നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച പാക് യുദ്ധവിമാനങ്ങളെ തുരത്തി ഓടിച്ച ഇന്ത്യയുടെ മിറാഷും സുഖോയും. കഴിഞ്ഞ 2 ദിവസമായി വീണ്ടും തുടരുന്ന അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ഇനിയും അവസാനമായിട്ടില്ല. പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ. പഞ്ചാബ് അതിർത്തിയിലെ ഖേംകാരനിലാണ് പാകിസ്ഥാന്റെ 4 വിമാനങ്ങൾ അതിർത്തി ലംഘിച്ച് ഇന്ത്യക്കകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. 4 F-16 വിമാനങ്ങളാണ് അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല വലിയ ഡ്രോണുകളും പാക് പോർ വിമാനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇന്ത്യൻ പോർ വിമാനങ്ങളായ മിറാഷും സുഖോയും പറന്നുയർന്നതോടെ ഇന്ത്യൻ അതിർത്തി വിട്ടു പോകാൻ പാക് വിമാനങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യൻ അതിർത്തിയിൽ കടന്ന് ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമമെന്നും സൂചനയുണ്ട്. ഇന്ന് രാവിലെ 3 മണിക്കായിരുന്നു പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നാക്രമിക്കാനെത്തിയത്. നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ പാക് പ്രത്യാക്രമണത്തിൽ ജമ്മു കാശ്മീരിലെ ഒരു യുവതി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല CRPF ജവാന്മാരുടെ വാഹനത്തിനു നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സർവ്വപ്രതാപവും നേടി സുസജ്ജരായി നിൽക്കുന്ന ഇന്ത്യൻ സേന ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ സൈനികരുടെ ആക്രമണത്തിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല പാകിസ്ഥാൻ സൈന്യം സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ച് പിന്മാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയെ തുടർന്നാണ് വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചതെന്നാണ് സൂചന. പുൽവാമയിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ നടത്തിയ ചാവേർ ആക്രമണത്തിൽ 40 സൈനികർ വീരമൃത്യു വരിച്ചതിനു ശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.